ഇപ്പോൾ യൂട്യൂബ് എടുത്താലോ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്താലോ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് 2024 വീഡിയോസാണ്. അപ്പോൾ പിന്നെ നമ്മളും ട്രെൻഡിനൊപ്പം. അല്ലാതെ കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് കഴിഞ്ഞ വർഷം എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. എൻ്റെ 2024 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേസിങ്, റിയലി അമേസിങ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എല്ലാവരെയും പോലെ ഒത്തിരി സങ്കടപ്പെട്ട് സന്തോഷിച്ച് അങ്ങനെ പോയൊരു വർഷമായിരുന്നേ. പിന്നെ പ്രതീക്ഷിക്കാതെ കുറേ പേര് ലൈഫിൽ വന്നു. അതേ സ്പീഡിൽ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് വീതം 3 നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് വലിയ കാര്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ എനിക്ക് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്ട്രിക്റ്റായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞാലും എനിക്കൊന്ന് പിടിച്ച് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് എൻ്റെ ഒരു വേ ഓഫ് സെൽഫ് മോട്ടിവേഷനാണ്. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ 2 വർഷം മുന്നേ ഇതേ സമയം ചെന്നൈയിലുണ്ടായിരുന്നു. ഇപ്പം തൃശ്ശൂരുണ്ട്. ഇനി അടുത്ത വർഷം എന്തായിരിക്കുമെന്ന് ഒരു പ്ലാനും ഇല്ലാതെയാണ് 2025 വന്നേക്കുന്നത് കേട്ടോ. സാധാരണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി എന്നറിയാം. എന്നാലും എല്ലാവർക്കും എൻ്റെയും എൻ്റെ